ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു 4 ദിവസമായിട്ട് ഗോവയിലായിരുന്നു കേട്ടോ. ഗോവയിൽ സൗത്ത് ഗോവയിലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ ഈ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നേരെ മഡ്ഗോവിലേക്ക് പോവുകയാണ്. മഡ്ഗോവിൽ നിന്നാണ് നമുക്ക് ട്രെയിനുള്ളത്. ട്രെയിനും ബുക്ക് ചെയ്യണം. പറ്റുകയാണെങ്കിൽ 2 ദിവസം അവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ 2 ദിവസം അവിടെ നിൽക്കണം. അപ്പോൾ ഇനി വരുന്ന കാഴ്ചകൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും മഡ്ഗോവിലേക്ക് പോവുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ബ്രോ. ഐ എം ലിവിങ്. Nice to meet you. Not soon? Maybe June, July. Yeah, sure. Okay. See you. Have a safe journey. Thank you. സമയപ്പോഴൊരു 10 മണിയായി. നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ റൂമിൻ്റെ അവിടെ ഒരു 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ബസ് കിട്ടുന്ന സ്ഥലം വരെ എത്തുന്നതിന് 2 കിലോമീറ്റർ വരെ 2 ലിഫ്റ്റ് കിട്ടി. ആൾക്കാരങ്ങനെ ലിഫ്റ്റ് തരുന്നതിനൊന്നും മടിക്കുന്നില്ല. ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, ലിഫ്റ്റ് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിറങ്ങി, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇവിടെ വന്നിറങ്ങി. നല്ല അടിപൊളി പൊറോട്ടയും കുറുമയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇത് ഹൈവേ പോകുന്നത് മുംബൈ കർവാർ മുംബൈക്ക് ഹൈവേ പോകുന്ന ഇതുവഴിയാണ്. അതിന് അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് മഡ്ഗോവിന് പോകാനുള്ള ബസ് കിട്ടും. അപ്പോൾ എന്തായാലും വെയിറ്റിങ്ങിലാണ്. പോർച്ചുഗീസുകാർ ഗോവയിൽ വരുന്നതിന് മുൻപ് മാതാഗ്രാം എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളീ പോകുന്ന മഡ്ഗോൺ. അന്ന് ധാരാളം ക്ഷേത്രങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു ഈ മാതാഗ്രാം. പോർച്ചുഗീസുകാരുടെ ഭരണകാലത്ത് ധാരാളം ചർച്ചുകളൊക്കെ മഡ്ഗോണിൽ പിന്നീട് നിർമ്മിക്കപ്പെട്ടു. സാൽ നദിയുടെ തീരത്തുള്ള ആ ഒരു സ്ഥലം പിന്നീട് ഗോവയുടെ പ്രധാന വാണിജ്യ നഗരമായും സാംസ്കാരിക തലസ്ഥാനമായും ഒക്കെ മാറുകയായിരുന്നു. ഇന്നും നമുക്ക് ആ പഴയ കെട്ടിടങ്ങളും പോർച്ചുഗീസുകാരുടെ ഭരണശേഷിപ്പുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബീച്ച് ടൂറിസം കഴിഞ്ഞാൽ മഡ്ഗോണിൻ്റെ പ്രധാന ആകർഷണങ്ങളും അതൊക്കെ തന്നെയാണ്. നമ്മൾ ഏതാണ്ട് മഡ്ഗോൺ ബസ് സ്റ്റാൻഡിൽ എത്താറായി. അങ്ങനെ നമ്മൾ മഡ്ഗോൺ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. നമുക്ക് പാലോടിയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററാണ് കേട്ടോ മഡ്ഗോവ് വരാനായിട്ട്. ബസ് ടിക്കറ്റ് 35 രൂപയായിരുന്നു. നമ്മൾ ബസ് സ്റ്റാൻഡിലൊന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇന്നലെ ഒരു പ്ലാൻ ഉണ്ടായില്ല ദൂസാഗറിൽ പോകാനായിട്ട്. അപ്പോൾ ദൂസാഗറിൽ പോകുന്ന എങ്ങനെയൊക്കെ അന്വേഷിച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ബൈക്ക് ടാക്സിക്കാരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു, അവർ അവിടെ കൊണ്ട് വിട്ട് തരാം. പക്ഷേ ഞാൻ ചോദിച്ചാൽ അവിടെ നിന്ന് ജീപ്പ് സവാരി ഉണ്ടോ എന്ന് ചോദിച്ചു ദൂസാഗറിലേക്ക്. പക്ഷേ അതൊന്നും അവർക്ക് ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും അത് അത്ര ക്ലിയർ അല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് മാർക്കറ്റ് കേട്ടോ, മഡ്ഗാവ് മാർക്കറ്റ്. ജസ്റ്റ് നമുക്ക് മാർക്കറ്റിനകത്തൂടെ ഒന്ന് കറങ്ങി നേരെ റൂമിലോട്ട് പോകണം. അപ്പോൾ മഡ്ഗാവ് മാർക്കറ്റ് ഇതാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാവരും മാസ്ക് വെച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളും മാസ്ക് ഒഴിവാക്കുന്നില്ല. പക്ഷേ പാലോടുമ്പിൽ നേരെ തിരിച്ചായിരുന്നു. മാസ്ക് ഒന്നും അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല, ആരും അങ്ങനെ വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ മീൻ കേട്ടോ. ഇതൊക്കെ എന്ത് മീനാണെന്നൊന്നും അറിയില്ല. പ്രോൺസ് ഉണ്ടോ, വലിയ പ്രോൺസ്. अच्छा इसको क्या बोलते हैं? बॉम्बिल बॉम्बेड ലോബ്സ്റ്റർ ഉണ്ടോ? 2-3 കിടലം വലിയ എൻ്റെ ഷാർക്കിൻ്റെ കുട്ടി. എത്ര രൂപ? 200 200 രൂപ. इसका क्या बोलते हैं इधर? पपलेट. ओके, वाइट पपलेट. അവരുടെ അടുത്ത് ഒരുപാട് നമുക്കങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിയിരുന്നില്ല കേട്ടോ. കാരണം വെളുപ്പിനെ പോലെയൊക്കെ കച്ചവടത്തിന് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ചിലർ നല്ല കോപ്പറേറ്റീവായിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ കൂടുതലും പേരും ആ ഒരു മൈൻഡിലല്ല. കാരണം അവരെ കച്ചവടമായിട്ട് നിൽക്കുന്നില്ല. നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നുമില്ല, വേറെ ഈ സാധനങ്ങൾ കാണാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ കയറിയതല്ല. क्या बोलते हैं भाई? കട്ട്ലേ. കട്ട്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. സംഭവം കട്ട് ചെയ്ത് പീസാക്കി വെച്ചിരിക്കുന്ന എന്തോ മീൻ. മീൻകടയിൽ പൂച്ചയ്ക്ക് എന്താ കാര്യമല്ലേ? കുറേ പൂച്ചകളുണ്ട് കേട്ടോ. മീൻകടയിലല്ലേ പൂച്ചയ്ക്ക് കാര്യമുള്ളൂ. നല്ല പേർഷ്യൻ പൂച്ചകളൊക്കെ ഉണ്ട്, ആൾക്കാർ ഉപേക്ഷിക്കുന്നതായിരിക്കും.
ഭയങ്കര വിശാലമായ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങിയ ആ സെക്ഷനാണ് മീനിൻ്റെ സെക്ഷൻ. അതാ ഇവിടെ നിന്ന് അങ്ങ് പോയി കുറേ ഉണ്ട് മീനിൻ്റെ സെക്ഷൻ, ഉണക്കമീനും എല്ലാം കൂടെ ആയിട്ട്. ഇതൊക്കെ ഇപ്പോൾ കാലിയായിട്ട് എടുക്കണമെങ്കിലും സൗകര്യങ്ങൾ ഭയങ്കരമാണ്. ഇനി ഫ്രൂട്ട്സ് പച്ചക്കറിയൊക്കെ ആ സെക്ഷനിലാണ്. നമുക്കിനി ആ സെക്ഷനിലോട്ട് പോവാം. ഇതും ആ മാർക്കറ്റിന് തന്നെ വേറെ സെക്ഷനാണ്. ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് തന്നെ. പക്ഷേ ഇവിടുത്തെ സെറ്റപ്പ് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മാർക്കറ്റാണ്. ഒത്തിരി ഷോപ്പുകൾ, എനിക്ക് തോന്നുന്നു 100 കണക്കിന് ഷോപ്പുകളുണ്ട് ഇതേപോലുള്ള. हाँ भाई सर बोलिए। आपका गांव का? मेरे गाँव का ഒരാളെ ആ വീഡിയോ എവിടെ നാട്ടില്? മലപ്പുറം അല്ലേ? എത്ര ആളായ ഇവിടെ? ഇവിടെ 6 മാസമായി. ഓ ശരി. ഏതാണ് ഇത് തന്നെയല്ലേ? ഓക്കെ 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 ഓക്കെ. മഡ്ഗാവിൽ വന്നിട്ട് ആദ്യമായിട്ട് മലയാളി പരിചയപ്പെട്ടതാണ്. പേരെന്താണ്? ഷാഹിദ് മലപ്പുറം. ഓക്കെ ബൈ, വിട്ടേക്കാം. എൻ്റെ അഫ്സൽ, നാട്ടിലെ തിരുവനന്തപുരം. ഓക്കെ. ഇതിനകത്ത് നമ്മൾ മനസ്സിന് സന്തോഷം തോന്നിയ ഭയങ്കര ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് ആ കാണുന്നൊരു സ്ഥലമല്ലേ, അതൊരു പ്രാർത്ഥനാ കേന്ദ്രമാണ്. അതായത് അതിനകത്ത് ഹിന്ദുസിൻ്റെ ഏതോ ഒരു വിഗ്രഹമുണ്ട്. അതുപോലെ തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു കുരിശും മാതാവിൻ്റെ പ്രതിമയാണെന്ന് പറഞ്ഞാൽ ചെറിയ പ്രതിമയുണ്ട്. തൊട്ടപ്പുറത്ത് മുസ്ലിംസ് നിന്ന് നമസ്കരിക്കുന്നു. മൂന്ന് മതവിഭാഗക്കാരുടെയും ആരാധനാലയം ഒറ്റ റൂമിൽ. ആ ഒരു കാഴ്ച കണ്ടാൽ മാത്രം മതി, അതിൽ വിശദീകരിക്കാനായിട്ട് ഒന്നുമില്ല. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലൂടെ ഒന്ന് കയറിയിട്ടാണ് ജസ്റ്റ് കറങ്ങി പോകാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പരിചയപ്പെടാം, അത്രയേ ഉള്ളൂ. പൂക്കളുടെ സെക്ഷൻ വേറെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അതാ ഇവിടെ നോക്കിയാൽ നമ്മളൊരു കൊച്ചനിയായിരുന്നു. आपका नाम क्या है? साबित. अच्छा ഇതാ ഇവിടെ നമ്മളൊരു കുഞ്ഞനിയത്തി കാർട്ടൂൺ കാണുന്നുണ്ട്. ഇതേ പൂവും കോർക്കുന്നുണ്ട്. ഞാൻ പോലോ ഉസ്മ. അച്ഛാ നാമേ. ഓ ഇതിനകത്ത് ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഹോട്ടൽ സെറ്റപ്പ് ഉണ്ടോ? അവക്കോട. നമ്മളങ്ങനെ മാർക്കറ്റിനകത്തേക്ക് പുറത്തിറങ്ങി കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഹോസ്റ്റലിലേക്ക് പോകുന്നതിന്. അപ്പോൾ നമുക്കിവിടെ ടാക്സി കിട്ടും. ടാക്സി എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈക്ക് ടാക്സി കിട്ടും കേട്ടോ. അതായത് 1 കിലോമീറ്ററൊക്കെ പോകുന്നതിന് ഒരു 30 രൂപ 40 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മളിവിടെ നിന്നൊരു ബൈക്ക് ടാക്സി എടുത്തു കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് നമ്മൾ കത്തി റേറ്റ് കേട്ടോ. ഒരു 3 കിലോമീറ്റർ പോകുന്നതിന് 100 രൂപയാണ് പറഞ്ഞത്. കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു 10 മീറ്റർ ഞാനങ്ങോട്ട് മാറിയിട്ട് ചോദിച്ചപ്പോഴത്തേക്കും 50 രൂപയാണ് നമുക്ക് ടാക്സിക്ക്. ഓക്കെ താങ്ക് യു. ഓക്കെ നമുക്കിതാ യാസിൻ ഖാൻ. ഓക്കെ ഞാൻ അഫ്സൽ. നമ്മളങ്ങനെ ഹോസ്റ്റലിലെത്തി കേട്ടോ. അപ്പോൾ തൽക്കാലം ഗോവ സീരീസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും ഗോവൻ സീരീസ് തന്നെ ആയിരിക്കും. മഡ്ഗോവിൽ തന്നെയുണ്ട്. അടുത്ത വീഡിയോകളും ഗോവയിൽ നിന്നുള്ള വീഡിയോകളൊക്കെ തന്നെ ആയിരിക്കും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്.